എനിക്കു പക്ഷേ കണ്ണാ, അങ്ങയോട് തനിച്ചു തൊഴുതു പ്രാർത്ഥിക്കുവാനാണ് ഏറെ ഇഷ്ടം. ആൾക്കൂട്ടവും ആഘോഷവും ആർഭാടവും അവിടെ എന്നെ അന്യമാക്കും പോലെ തോന്നും. ആളൊഴിയും നേരം അങ്ങവിടെ ഏകാഗിയായിരിക്കുമ്പോൾ സ്വസ്ഥമായി സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിച്ചു. ചന്ദനം തേച്ചു പിടിപ്പിച്ച മൂർധാവും തിരുമെയ്യ് അലങ്കാരങ്ങളും ആ മെയ്യിൽ പറ്റിച്ചേർന്നു കിടക്കും തുളസിത്തലമാലയും തലമുടിക്കെട്ടിലെ മയിൽപ്പീലിത്തുമ്പും ഓടക്കുഴൽ മറവിലാ ചുണ്ടിൽ ഒളിപ്പിച്ച കള്ളച്ചിരിയും ഞാൻ നോക്കി നിന്ന ആ നിമിഷം ഇതേതോ മായിക ലോകത്തിലെന്നെന്റെ മസ്തിഷ്കം മെല്ലെ പറഞ്ഞുപോയി. അങ്ങയെ തഴുകിയൻ സമീപമെത്തും തെന്നൽ അനിവേദ്യ സുഗന്ധമണിഞ്ഞിരുന്നു. മിഴികളെപ്പോലെ ഇമജിമ്മിത്തിളങ്ങുന്ന നെയ്ദീപങ്ങൾ എന്നോട് പുഞ്ചിരിച്ചു. മൊഴിയുവാനേറെ വിശേഷവുമായി വന്ന ഞാൻ അങ്ങയെ കണ്ടതും മൗനമായി. ദുഃഖഭാരം മെല്ലെ നയനങ്ങളിൽ നിന്നു നേർത്തൊരു ചാലിട്ടു താഴേക്കൊഴുകി വീണുടഞ്ഞു. നിശബ്ദത ഭേദിക്കുമാ ശബ്ദം കണ്ണാ, ഒരുപക്ഷേ നീയും ഞാനും മാത്രമേ അറിഞ്ഞിരുന്നുള്ളൂ. ഇത്തിരി നറുമ്പാലിൻ വെണ്ണയും അല്പം അവിലും കൽക്കണ്ടവും കദളിപ്പഴം ചേർത്തൊരിലക്കീറിൽ ഞാൻ അങ്ങേക്കു നേദ്യം വയ്ക്കേ മധുരമായ അവിടുത്തെ താമരപ്പൂങ്കവിളുകൾ പനിനീർ മണക്കുന്ന ഞാൻ അറിഞ്ഞു. തീർത്ഥം കുടഞ്ഞെന്നെ തിരുമേനിയുണർത്തവേ തിരുനട മുൻപിൽ സ്വർഗീയാനന്ദത്താൽ മയങ്ങി നിൽക്കയായിരുന്നു ഞാനെന്ന് തിരിച്ചറിഞ്ഞു. മടങ്ങിപ്പോകാൻ എനിക്കാവുന്നതില്ലല്ലോ മാധവാ എന്നുമാ തൃപ്പാദങ്ങൾ പ്രണമിച്ചു പുൽകിക്കിടന്നോട്ടെ ഞാൻ. കണ്ണാ